ഹലോ ഡിയേഴ്സ്, കൈരളി ടി വിയുടെ തന്നെ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലുണ്ടാക്കിയ മക്ലൂബയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് മക്ലൂബയുടെ വീഡിയോ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റേൺ ഡിഷായ മക്ലൂബ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു അറബിക് മസാല തയ്യാറാക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി. അറബിക് സ്പൈസസിൽ ഏലക്കാപ്പൊടി നന്നായിട്ട് അവർ ചേർക്കും. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോ. ഞാനിവിടെ ഗാർലിക് പേസ്റ്റ് തന്നെയാണ് ഇട്ടത്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ 1 ടീസ്പൂണ് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറി, നമ്മളിവിടെ മക്ലൂബ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസും ചിക്കനാണ് എടുത്തത്. നമ്മൾ വെജിറ്റബിൾസ് ഒരു ക്യാപ്സിക്കോ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടാണ് എല്ലാം അരിഞ്ഞെടുക്കേണ്ടത്. അധികം തിന്നായിട്ട് അരിയേണ്ട, നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വഴുതനങ്ങ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ വെജിറ്റബിൾസ് ഉള്ള അതൊക്കെ എടുക്കുക. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മസാലയിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചിട്ട് ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഓൾറെഡി മസാലപ്പൊടിയിൽ. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതി. ഒരു 8 പീസ് ചിക്കനാണ് ഞാനിവിടെ മാറ്റി വെച്ചത്. ഏകദേശം ഒരു 1/2 കിലോ റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് നമ്മൾ ഈ അളവിലെടുക്കുന്നത്. ഇനി ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഓറഞ്ച് നമുക്ക് വേണം. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒരു 1/2 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തത്. ബസ്മതി റൈസ് ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അത് വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് വെക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്നാവുന്ന വിധത്തിൽ റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ റൈസ് സോക്ക് ചെയ്യണം. ബസ്മതി റൈസ് തന്നെയാണ് നമ്മൾ ഈ മക്ലൂബക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കണം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ മസാലപ്പൊടി എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ തന്നെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ മസാലപ്പൊടിയൊന്നും വേണ്ട, റൈസിൽ വരുന്നതുകൊണ്ട് ഇതുപോലെ മതിയാകും. ഇനി നമുക്ക് ഇത് ഓരോ വെജിറ്റബിൾസും ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. അധികം തിന്നായിട്ട് നിങ്ങൾ അരിയരുത്. ഇതുപോലെ ഒരു അല്പം തിക്നെസ്സോട് കൂടി തന്നെ പച്ചക്കറികളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. ചോറ് വെന്ത് വരുമ്പോൾ പിന്നെ പച്ചക്കറിയൊക്കെ അടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഉരുളക്കിഴങ്ങും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് 2 എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള. ബാക്കിയൊക്കെ ഓരോന്ന് വീതമാണ് എടുത്തത്. ഒരു 1/2 കിലോ റൈസിന് ഇത്ര അളവ് മതിയാകും നമുക്ക് പച്ചക്കറികളൊക്കെ. ഇതും നമുക്ക് കോരി മാറ്റി വെക്കാം. നമ്മുടെ ക്യാപ്സിക്കും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഏതാ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അന്ന് കോമ്പറ്റീഷന് റെഡ്, യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്തിരുന്നു നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നിവിടെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ.
അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്, അതും നമുക്ക് കോരി മാറ്റി വെക്കാം. ക്യാരറ്റ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ നമ്മളൊന്ന് വേവിച്ചതിന് ശേഷം ചിക്കനും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ റൈസിൽ ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഗീയും ആണ് ഞാൻ ചേർത്തത്. അതിലേക്ക് 1 ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 4 പച്ചമുളക്, മുഴുവൻ പച്ചമുളക് അറ്റം ഒന്ന് കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്തി കൊടുക്കാം. എരിവ് വേണ്ടാത്തവർക്ക് 2 പച്ചമുളക് ചേർത്താലും മതി. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസും 1 ടീസ്പൂൺ ചെറിയ ജീരകവും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ശേഷം നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നത്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, അപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് 5 മുതൽ ഒരു 7 മിനിറ്റ് വരെ ഒന്ന് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ചിക്കൻ ഒന്ന് നമുക്ക് കോരി മാറ്റി വെക്കണം. അതുപോലെ നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ റൈസിന് നിങ്ങൾക്ക് കുറച്ച് നല്ലോണം എരിവ് വേണമെങ്കിൽ പച്ചമുളക് കുറച്ച് കൂട്ടിയിടാം. സാധാരണ അറബിക്ക് റൈസിൽ 2 പച്ചമുളകൊക്കെ ഇടും ഞാനൊക്കെ. പിന്നെ കുറച്ച് എരിവ് വേണ്ടതുകൊണ്ട് ഞാനൊരു 4 പച്ചമുളകെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മാഗിയുടെ ഒരു ക്യൂബ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ റൈസിന് ആവശ്യമായ വെള്ളം, നമ്മളിപ്പോൾ 2 കപ്പ് റൈസിന് 3.5 കപ്പ് വെള്ളം, 1 കപ്പിന് 1.25 കപ്പ് അളവിലാണ് ഞാനിവിടെ വെള്ളം എടുത്തത്. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് വേണം. റൈസിന് എന്തായാലും നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടതാണ്, എന്തായാലും നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോളൂ. മാഗി ക്യൂബ് ഇട്ടത് കൊണ്ട് തന്നെ കൂടുതൽ ഉപ്പ് വേണ്ട. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ചിക്കൻ നമുക്ക് ഇതുപോലെ കുറച്ച് ബട്ടറും ഒലീവ് ഓയിലും ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. ഇതൊക്കെ നമ്മൾ ഈ വെജിറ്റബിൾസും ചിക്കനൊക്കെ നിരത്തിയതിന് ശേഷം അതിന് മുകളിൽ റൈസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ മക്ലൂബ തയ്യാറാക്കി എടുക്കുന്നത്. റൈസ് നമ്മൾ അതിൽ നിന്ന് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. വേറെ ബോയിൽ ചെയ്ത റൈസ് നമ്മൾ ഇട്ടിട്ട് മോൾഡ് ചെയ്യുന്നതല്ല. മക്ലൂബ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ റൈസ്. ഇനി ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മക്ലൂബ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ നല്ലൊരു കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ബട്ടർ ഒന്ന് തടവിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് സൈഡിലും നിരത്തി വെച്ച് കൊടുക്കണം. അതിന് മുകളിലേക്കായിട്ട് ചിക്കൻ്റെ എല്ല് മുകളിലേക്കായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ റൈസ് ഇതിൻ്റെ മുകളിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ അടിയിലുള്ള വെജിറ്റബിൾസൊക്കെ നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിത് ആ സ്റ്റോക്ക് മുഴുവനായിട്ടാണ് ഞാൻ ഒഴിച്ചത്. ചിലരൊക്കെ അതൊന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കാം. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. നമ്മുടെ ഈ മുളകും ഇതൊക്കെ അതിൽ തന്നെ വരുമ്പോൾ റൈസ് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് വരും. ഇനി നമ്മൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്ലേറ്റ് അതുപോലെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കി എടുത്തത്. ശേഷം നമ്മുടെ ഈ പ്ലേറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മളൊന്ന് ഇതുപോലെ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ റൈസിന് ആവശ്യമായ വെള്ളമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 45 മിനിറ്റ് എങ്കിലും നമ്മുടെ റൈസ് അതിൽ നിന്ന് വെന്ത് വരാൻ എടുക്കും. നമ്മൾ ഇളക്കി കൊടുക്കാനും ഒന്നും പാടില്ല, തുറക്കാനും ഒന്നും ചെയ്യണ്ട, അത് ആയിക്കോളൂ. ഇനി ആയതിന് ശേഷം ഒരു അരമണിക്കൂർ അതുപോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ശേഷം നമ്മളിത് ഡിമോൾഡ് ചെയ്യുന്നുള്ളൂ.
ഒരു വലിയ പ്ലേറ്റ് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചതിന് ശേഷം മാത്രമേ ഞാനിത് ഓപ്പൺ ആക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് മക്ലൂബ ശരിയായിട്ട് കിട്ടൂ. അപ്പോൾ നമ്മുടെ അടിപൊളി മക്ലൂബ തയ്യാറായിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസും ചിക്കനൊക്കെ വരുന്ന ഒരു അടിപൊളി റൈസാണ്. ഈ റമദാന് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ അതുപോലെ വീട്ടിലെന്തെങ്കിലും പാർട്ടിയോ ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലോ കുട്ടികൾക്ക് സാധാരണ ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെ ഒരു റൈസ് ഉണ്ടാക്കി കൊടുത്താൽ വെജിറ്റബിൾസും ആയി ചിക്കനും ആയി നല്ലൊരു കംപ്ലീറ്റ് മീലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള മക്ലൂബ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒന്നും ഇളക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ മൂടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൂടുതൽ വീഡിയോസ് ഇടാനൊക്കെ ഒരു പ്രേരണയാകും. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാലഡും പിന്നെ നമ്മുടെ റൈത്ത പിന്നെ പിക്കിൾസ് പിന്നെ നമ്മുടെ കച്ചുംബർ സാലഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയാകും. ബാക്കിയൊക്കെ നമുക്കിതിൽ തന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.